നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ താരമായ വിനീഷ്യസ് ജൂനിയർ കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രിഡിനു വേണ്ടി തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുത്തിട്ടുള്ളത്. ആകെ 44 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ സീസണിൽ 20-ൽ പരം ഗോളുകളും 20-ൽ പരം അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനർഹമായ ഒരു പരിഗണന അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ goal.com ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം, ഒരു അഭിപ്രായം ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. 2023 ഫിഫയുടെ ബെസ്റ്റ് താരത്തിനുള്ള 12 പേരുടെ നോമിനി പട്ടികയിൽ പോലും ഇടം നേടാൻ വിനീഷ്യസ് ജൂനിയർക്ക് കഴിഞ്ഞിരുന്നില്ല. കരിയർ ബെസ്റ്റ് പ്രകടനം പുറത്തെടുത്തിട്ടും അദ്ദേഹത്തെ തഴയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും മികച്ച രൂപത്തിൽ റയലിനു വേണ്ടി കളിച്ചിട്ടും അർഹമായ ഒരു പരിഗണന ഈ ഒരു ബ്രസീലിയൻ സൂപ്പർ താരത്തിന് ലഭിക്കുന്നില്ല എന്നാണ് goal.com ഇപ്പോൾ വിലയിരുത്തിയിട്ടുള്ളത്. വരുന്ന സമ്മറിൽ എംബപ്പയെ കൊണ്ടുവരാൻ റയൽ മാഡ്രിഡിന് പദ്ധതികളുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് എംബപ്പെ വന്നു കഴിഞ്ഞാൽ വിനീഷ്യസിന്റെ പ്രസക്തി നഷ്ടമാകും എന്നാണ് ഇവരുടെ കണ്ടെത്തൽ. എംബപ്പയും വിനീഷ്യസും ഒരേ പൊസിഷനിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിനിക്ക് അവസരങ്ങൾ നഷ്ടമായേക്കാം. മാത്രമല്ല, മികച്ച പ്രകടനം നടത്തിയാൽ പോലും എംബപ്പയ്ക്ക് ലഭിക്കുന്ന ഹൈപ്പോ പ്രശംസയോ ഈ താരത്തിന് ലഭിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ എംബപ്പെ വരികയാണെങ്കിൽ വിനി നിർബന്ധമായും റയൽ മാഡ്രിഡ് വിടണം എന്ന് തന്നെയാണ് ഇവരുടെ അഭിപ്രായം. നിലവിൽ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് വിനീഷ്യസ് ജൂനിയർ. PSG, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തുടങ്ങിയ ക്ലബ്ബുകൾ അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വിൽക്കുക എന്നുള്ളത് റയലിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാവില്ല. പക്ഷെ അദ്ദേഹത്തെ റയൽ മാഡ്രിഡ് വിൽക്കാൻ തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഏതായാലും എംബപ്പെ വരുന്നതോടുകൂടി വിനീഷ്യസ് ജൂനിയർ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾക്ക് വിധേയനാകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.